സോ ഗൈസ് നമ്മളപ്പോൾ വീട്ടിലെത്തി. ആമി തുമ്പപ്പൂവും പൂക്കും തേന്മാവും വീശും കാറ്റും കൂടെ 7up മൗണ്ടൻ ഡ്യൂ പെപ്സി. ഒരു സ്പൂൺ കൊണ്ടോ സ്പൂൺ. പാവാടത്തുമ്പാൽ കുഞ്ഞിക്കൊലുസാൽ നീ തൊട്ടാൽ വാടാത്ത ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് അമ്മ വീട്ടിൽ പോകുന്നൊരു വീഡിയോ ഇട്ടായിരുന്നില്ലേ, ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. സോ ഫസ്റ്റ് പാർട്ട് കണ്ടില്ലാത്തവർ എന്തായാലും പോയി കണ്ടിട്ട് വരാം. അടിപൊളി ഫണ്ണാണ് ഗൈസ്. സെക്കൻഡ് പാർട്ട് അതിനേക്കാൾ സൂപ്പറാണ്. അപ്പോൾ നമ്മൾ പാർട്ട് ഇറക്കാനായിട്ട് കുറച്ച് ഡിലേ ആയതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആർട്ടികൃഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് ഗൈസ്. ഇപ്പം നമ്മൾ അമ്മാമ്മ വീട്ടിൽ നിന്ന് മാമൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം അവിടെ എല്ലാവരും കൂടെ കൂടുമ്പോഴത്തേക്കും കഴിഞ്ഞ വീഡിയോ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വൈബായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരുന്ന കാണാം. അപ്പോൾ നമുക്ക് ലേറ്റ് ആകാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. ഹായ് ഗൈസ്. ഹലോ. എൻജോയ് അല്ലേ? നല്ല തണുപ്പ്. ഞാനും ഇരിക്കാൻ പോവാ. ഒഴുകി ഒഴുകി പുഴയിലൂടെ കരയിൽ വന്നൊരു ഇലകൾ നമ്മൾ പ്രണയശാഖിയിൽ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ എണീറ്റു. നീരജ, യേശു എല്ലാവരും ഉണ്ട്. നല്ലോണം ഉറങ്ങി. ആമി റിഫ്രഷ്മെന്റ്. അതെന്താ? മൗണ്ടൻ ഡ്യൂ പെപ്സി ഓൾ ബ്രാൻഡിന്റെ ഒരു കൊളാബറേഷൻ ആണ്. ചിയേഴ്സ്. 1 2 3 സ്റ്റാർട്ട്. ചിയേഴ്സ്. ഗൈസ്, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് 7up ആയാലും ചായ എന്താണെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുടിച്ച് അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ശാന്തമായ അറ്റ്മോസ്ഫിയർ ഇരിക്കാൻ എന്ത് സുഖം. ഒഴുകി ഒഴുകി പുഴയിലൂടെ കരയിൽ വന്ന്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ചേച്ചി കയറ്റി ഒരാളാ. ഫൈനലി എത്ര നേരം എടുത്ത് അവിടെ കിട്ടിയ നന്നായി. ഇനി അവിടെ ഇരുന്ന് അവിടെ ഇരിക്കാം. ഇവര് മാത്രം ഇറങ്ങിയവൻ വരുന്നുണ്ടവൻ എന്നെ വെട്ടാൻ. നടക്കില്ല. അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല സെൽവം. വെട്ടടിയാവളാ അവനാ അബിയ. അപ്പൊ ഇതുവഴി ക്രോസ് ചെയ്ത് വരട്ടെ. എന്റെ പടയാളികൾ അവിടെ ഇരിപ്പുണ്ട്. 6. നമുക്ക് പെട്ടെന്ന് പോയില്ലേ അബി കയറി. എത്ര വേണ്ട? 2 അല്ലേ? 2. ഇനി 1 വീണ് ഇനി കയറുന്ന അമ്മക്കായിരിക്കും വെട്ട്. 4. 6. വീണ്ടും 6. 1. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അബി 6 രക്ഷപ്പെട്ടു. അബി 6 കിട്ടിയ അബി രക്ഷപ്പെട്ടു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നീ പൊന്നു ദിവസം നീ 6 ഇട്ടേ പറ്റത്തോളൂ.
അയ്യോ പോയി. അഭിചേട്ടൻ രക്ഷപ്പെട്ട്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ചേച്ചി വെട്ടി. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എല്ലാവർക്കും ഒന്നാ കിട്ടുന്നത്, എനിക്ക് മാത്രം കിട്ടുന്നില്ല. ആ മാമൻ കേറി. 1 2 2. ഇനി അവിടെ ഇരിക്കുക. എനിക്ക് എന്തൊരു കഷ്ടം, എനിക്ക് വയ്യ. നിന്റെ കളിയെടുത്ത കളി. ഞാൻ കളിക്കും, നോക്കിക്കോ. ചേടാ എന്തൊരു കഷ്ടം ഇത്. 5 എനിക്കൊരു 5 ചേടാ. ആരുടെ നിന്റെ കളിയാ? ഞാൻ ഒന്നും കിട്ടാതെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇല്ല, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ എത്ര പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നു. 2 വെച്ചത്. ഇന്ന് 2 മാത്രം കിട്ടുന്നു. കഷ്ടമേ ഇത്. എന്താണ് ഇത്? ഇവള് കേറിയാലും നമ്മളെത്തത്തില്ലെന്ന് തോന്നല്ലോടി. ഫൈനലി അഭി ഫസ്റ്റ്, നിറ സെക്കൻഡ്, ഞാൻ തേർഡ്. ഇത് ദൈവം ജയിക്കും. 6. ഞാൻ 2 എനിക്ക് കിട്ടിയാർന്നെങ്കിൽ 2 പേർക്ക് 2 വേണ്ടത്. അത്രയും നേരം ദൈവം വരാൻ വേണ്ടി കാത്തിരുന്നിട്ടാണ് ജയിച്ചതെന്ന് നമ്മൾ ഇന്നലെ കളിച്ച കളിയാണ് ഏറ്റവും, ഞാൻ പറയുന്ന സംഭവം ഏറ്റവും അവസാനം കൊണ്ടുതരുന്ന ഒരു തോക്ക്. ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് എവിടുന്നെങ്കിലും ഒരു ഗ്ലാസ് ഉണ്ടെന്നാണ് ഞാൻ നോക്കിയപ്പോ പൊട്ടി സോളി അത് കൊണ്ടുവരും. ഒരു സ്പൂൺ കൊണ്ടുപോവാ, സ്പൂൺ. എന്താ തവിയൊക്കെ കൊണ്ടുവന്ന സ്പൂണ്. നീരജ ലാസ്റ്റ്. നിങ്ങൾ ആരെങ്കിലും പോയി ഒരു ഫോൺ കൊണ്ടോ, ഫോൺ. എന്റെ അങ്ങനെ 3 4. അയ്യോ എനിക്ക് ഫോൺ കട തുടങ്ങാം. ആരാണോ അതിപ്പോ പൈപ്പിൽ ചെന്ന് പിടിക്കണം. ഫസ്റ്റ് തന്നെ ചേച്ചി, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. എന്റെ കാലിലാ ഉണ്ട് ഇവിടെ. മാറ്റി വീഴുന്ന One eternity later. അങ്ങനെ കുറേ നേരത്തെ ഇൻഡോർ ഗെയിംസിനും ഔട്ട്ഡോർ ഗെയിംസിനൊക്കെ ശേഷം നമ്മളെല്ലാവരും എന്താ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാനായിട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ് പോകുന്നത്. കുറേ നാളായി ഈ അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ അടുത്ത് ശാസ്താവിൻ്റെ അമ്പലത്തിൽ ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് കയറണം. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോകാം. തുമ്പപ്പൂവും പൂക്കും തേന്മാവും വീശും കാറ്റും കൂടെ നീയും. അങ്ങനെ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയി സമാധാനമായിട്ട് വിളക്ക് കത്തിച്ചു. കുറച്ച് നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു. നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ചേർന്നിങ്ങനെ വിളക്ക് കത്തിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ശാസ്താനാട് അമ്പലത്തിലോട്ട് വന്നു. ഇവിടെ ഓൾറെഡി ഉത്സവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉത്സവം തീരുന്ന ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു വട്ടം കൂടെ മാമൻ്റെ വീട്ടിൽ വരും. അന്ന് ഇതിനേക്കാളും കൂടുതൽ ആൾക്കാരും കാണും. പിന്നെ അത് മാത്രമല്ല ഇപ്പം നമ്മൾ ഒരു ദിവസമല്ലേ നിന്നുള്ളൂ. അന്ന് നമ്മൾ കുറച്ച് ദിവസം നിൽക്കാനായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും.
പാറുന്ന പൊൻപാടം കാവിൽ കേൾക്കും പാട്ടും നീ പാവാടത്തുമ്പാൽ കുഞ്ഞിക്കൊലുസാൽ നീ തൊട്ടാൽ വാടാത്ത തൊട്ടാവാടി ആറ്റിൻ നെഞ്ചിൽ മുത്തുന്ന പൊന്മാനും. അങ്ങനെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വന്നു. നല്ല രസമുണ്ടായിരുന്നു കേസ്. അവരുടെ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല എല്ലാവരും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക വൈബാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ആ ടയേർഡായി ആഹാരം കഴിച്ചിട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങണം. രണ്ടുപേരും ഓൾറെഡി ഫ്ലാറ്റായി, ഞാനും തിരിച്ച് ഇപ്പോൾ ഫ്ലാറ്റാവും. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. കളയല്ലേ അമ്മ വെട്ടി തിരിച്ചുകൊണ്ടുവന്ന് വെക്കുന്നുണ്ടല്ലോ. ശ്രുതിയിഴകളിലെ സ്വരലയ മധുവായി വീണ്ടും നമ്മൾ ഒന്നാകും. ഓരത്തെ പൂക്കൾക്കും തൂമഞ്ഞിൻ മുത്തം നൽകും ആകാശം നിൻ കണ്ണിൽ വീണുമയങ്ങും. ഒഴുകി 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 പുഴയിലൂടെ മൂന്ന് കളിയായി. മൂന്നെണ്ണൊന്നുമില്ല. ഇതിനകത്ത് ഇനി ഏതായിരുന്നു? ഓപ്പോസിറ്റ് അടിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് മറ്റവർക്ക് പോയിന്റ് കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള കളിയാണ് കളിക്കട്ടെ. ഇതാകുമ്പോഴേ രസം. അമ്മ കളി ടീമിന് പ്രൈസ് കൊടുക്കാൻ പോവാണ്. പേടിപ്പിക്കുന്നടച്ച് വീണ്ടും കൈ നീട്ട്. ഞാൻ ഏണി കയറി അമ്മ എല്ലാരും എപ്പോഴാ ഇറങ്ങി പോന്നു? അമ്മ ഏണികൾ മൂളി പോടാ. മാമയുടെ പാമ്പാണ്. ഓ അത് ശരി. ഓ അതുകൊണ്ടല്ലേ അമ്മാമ്മ ഈ പാമ്പിനെ കാണാത്തത്. പാമ്പ് വന്ന് എന്നെ പാമ്പ് വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞത് അതിന് പിടിച്ചില്ല. എന്നാ ഞാനിപ്പം നിന്നെ വിഴുങ്ങിയ കാടിയെന്ന് വിചാരിച്ചു. ഓ അമ്മ വീട് വലിയ പറഞ്ഞു വിഴുങ്ങത്തില്ലെന്ന് പറ. ഏറ്റവും വലിയ പാമ്പ് വിഴുങ്ങിയത് താഴെ കൊണ്ടിട്ട് ഏറ്റവും ആദ്യം പോയതായിരുന്നു. പാമ്പേ എന്നെ ഇങ്ങനെ ചതിക്കണ്ടായിരുന്നു. മാമ കളി അതൊരു വലിയ കഷ്ടമായിപ്പോയി. അങ്ങനെ നമ്മൾ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം സമയമാണ് നമ്മൾ നേരെ സീമാസ് ബേക്കേഴ്സിൽ വന്ന് അവിടെ ചെന്നിട്ട് കട്ട്ലറ്റ്, പിന്നെ അമ്മയ്ക്കൊരു ഫലൂഡ, അനിയത്തിക്ക് ഒരു കിറ്റ്കാറ്റ് ഷേക്ക്, പിന്നെ ഒരു റോൾ ഷവർമ, പിന്നെ അതിന് ശേഷം എനിക്കൊരു സ്പാനിഷ് ലൈറ്റ് ഷേക്ക്, ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നു. റോബിയുടെ സന്തോഷത്തോടെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു വ്ളോഗ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്തവണ നമ്മൾ അമ്മ വീട്ടിൽ നമുക്ക് ഭയങ്കര വിഷമമൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ പിന്നെയും എല്ലാവരും കൂടെ ഉത്സവത്തിന് വേണ്ടി കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ നിന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങളുടെ എല്ലാ ഒപ്പീനിയൻസും വീഡിയോ കമൻറ്റും കൂടെ ചെയ്തേക്കാം. പിന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനുള്ള വീഡിയോസ് എല്ലാം കാണാനും പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.